നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വർഷങ്ങളായി താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്ന ഫാമിലി വിസിറ്റ് വിസകൾ ഡിസംബറോടെ കുവൈറ്റ് പുനരാരംഭിക്കുമെന്ന റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നു കഴിഞ്ഞു. വിദേശികൾ പെരുകുന്നതും അനധികൃത താമസക്കാരുടെ സാന്നിധ്യവുമാണ് ഫാമിലി വിസിറ്റ് വിസയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ കാരണം. ഇതുമൂലം പല പ്രവാസികൾക്കും നാട്ടിൽ നിന്ന് കുടുംബങ്ങളെ കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നില്ല. നിലവിൽ തൊഴിൽ വിസയും കൊമേഴ്ഷ്യൽ സന്ദർശന വിസയും മാത്രമേ അനുവദിക്കുന്നുള്ളൂ. പ്രവാസികളുടെ എണ്ണം കുറയ്ക്കാൻ തന്നെയാണ് കുവൈറ്റ് ഇത്തരം നടപടികൾ മുന്നോട്ട് വയ്ക്കുന്നത്. പ്രവാസികളുടെ എണ്ണം കുറയ്ക്കാൻ ലക്ഷ്യമിട്ടുള്ള നടപടികൾ ഭാവിയിലും പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിലൊരു നിർദ്ദേശമാണ് പാർലമെന്റ് സ്പീക്കർ അഹമ്മദ് അൽ സദൂൺ ദേശീയ അസംബ്ലിയിൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പൊതുമേഖലയിലെ ജോലി അവസരങ്ങൾ കുവൈത്തി പൗരന്മാർക്കായി മാത്രമായി പരിമിതപ്പെടുത്തണമെന്നും യോഗ്യതയുള്ള കുവൈത്തികളെ ലഭിച്ചില്ലെങ്കിൽ മാത്രമേ പകരം പ്രവാസി തൊഴിലാളികളെ പരിഗണിക്കാവൂ എന്നുള്ള അദ്ദേഹത്തിന്റെ നിർദ്ദേശം ദേശീയ അസംബ്ലിയിൽ സമർപ്പിച്ചു. അതോടൊപ്പം സമാനമായ ജോലികൾ ചെയ്യുന്ന സ്വദേശി തൊഴിലാളികളുടെ ശമ്പളത്തേക്കാൾ ഉയർന്ന ശമ്പളം ഇവർക്ക് നൽകരുത് എന്നും അൽ സദൂൺ നിർദ്ദേശിച്ചു. രാജ്യത്തിന്റെ പുരോഗതിക്കും സാമ്പത്തിക അഭിവൃദ്ധിക്കും സ്വദേശവത്കരണം ശക്തി പകരുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിലൂടെ പൗരന്മാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനും പ്രവാസി തൊഴിലാളികളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും കഴിയുമെന്ന് അൽ സദൂൺ പറഞ്ഞു. അതേസമയം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്ന ഫാമിലി വിസകൾ പുതിയ വ്യവസ്ഥകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ വർഷം ഡിസംബറോടെ പുനരാരംഭിക്കുമെന്നാണ് ഔദ്യോഗിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തത്. സന്ദർശകർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാക്കുന്നതും പുതിയ തീരുമാനത്തിൽ ഉൾപ്പെടുന്നു എന്ന് അറിയാൻ കഴിയുന്നു. സന്ദർശന കാലയളവ് 1 മാസത്തിൽ കവിയാൻ പാടില്ല. സന്ദർശക വിസ നൽകുന്നതിനുള്ള ഫീസ് മുൻകാലങ്ങളിൽ അപേക്ഷിച്ചതിൽ നിന്ന് 100% വർദ്ധിച്ചേക്കും. അടുത്ത ബന്ധുക്കൾക്ക് മാത്രമേ വിസ അനുവദിക്കൂ. താമസക്കാരന്റെ സഹോദരനോ സഹോദരിക്കോ വിസ അനുവദിക്കില്ല എന്നും പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. സന്ദർശന കാലയളവ് അവസാനിച്ച ഉടൻ തന്നെ സന്ദർശകൻ രാജ്യം വിടുമെന്ന അപേക്ഷകൻ സത്യവാങ്മൂലം സമർപ്പിക്കണം. കാലാവധി കഴിഞ്ഞിട്ടും സന്ദർശകൻ തിരിച്ചു പോയില്ലെങ്കിൽ അപേക്ഷ സമർപ്പിച്ചയാൾ നിയമപരമായും സാമ്പത്തികപരമായും ഭരണപരവുമായ ഉത്തരവാദിത്തങ്ങൾക്ക് ബാധ്യസ്ഥൻ ആയിരിക്കുകയും ചെയ്യും. മാത്രവുമല്ല, അപേക്ഷകന് സന്ദർശക വിസ നൽകുന്നതിൽ ആജീവനാന്തകാല വിലക്ക് ഏർപ്പെടുത്തുന്നതായിരിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സന്ദർശന വിസ അനുവദിക്കുന്നതിനുള്ള പുതിയ ചട്ടങ്ങൾ ഏറെക്കുറെ തയ്യാറായി കഴിഞ്ഞതായും അന്തിമ അനുമതിക്കായി ആഭ്യന്തരമന്ത്രിക്ക് സമർപ്പിക്കുന്നു എന്നുമായിരുന്നു ഏറ്റവും ഒടുവിലായി പുറത്തുവന്ന റിപ്പോർട്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.